നമസ്കാരം, ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർ, നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. ഒരു പ്രേക്ഷകൻ ചോദിച്ചതാണ്. ആൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി സ്ഥിരമായിട്ട് അവരോട് ക്യാഷ് ചോദിക്കുന്നു, എന്നിട്ട് നമ്മളെ വല്ലാതെ ഇമോഷണലി തളർത്തുന്നു. ഇതെങ്ങനെ, ഈ ഒരു ബന്ധം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ചോദ്യം. സർ, ഇതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഇത് സാധാരണ ആളുകളുടെ അടുത്ത് കാണുന്ന ഒരു സാധാരണ റിപ്ലൈ ആണ്. ഇങ്ങനെ എസ്പെഷ്യലി ഈ കമിതാക്കളുടെ രണ്ട് കമിതാക്കൾ എടുക്കുമ്പോൾ ഒരു ആണും പെണ്ണുമായിട്ടുള്ള ഒരു രണ്ടുപേരുണ്ടാവുമ്പോൾ അവരുടെ ആ റിലേഷൻഷിപ്പ് അത്ര സംതൃപ്തരല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലാവും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുന്ന അറിയില്ല. അതായത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഞാൻ എന്ത് തന്നാലും എനിക്ക് ഹാപ്പി ആയിരിക്കും, ആണല്ലോ. ഞാൻ എന്ത് തന്നാലും നിങ്ങളും അതുപോലെ തന്നെ വൈസ് വേഴ്സ എൻ്റെ അടുത്തുനിന്ന് എന്ത് കിട്ടിയാലും നിങ്ങൾ സംതൃപ്തരായിരിക്കും. അതല്ല, നിങ്ങൾ എൻ്റെ ഒരു മണി ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മണി ഓറിയന്റഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവല്ലോ, അങ്ങനെ മാത്രം ഒരു രീതിയിലാണ് നമ്മൾ ആ റിലേഷൻഷിപ്പ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ റിലേഷൻഷിപ്പിൽ അവിടെയും ഇവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ മനപ്പൊരുത്തം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ സാമ്പത്തികം മാത്രമല്ല ഇവിടുത്തെ. ഇപ്പൊ ഒരാൾ തമ്മിൽ മനസ്സുകൊണ്ട് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വേറൊരാളായിട്ട് ഒരു പ്രേമത്തിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് എന്തൊക്കെയോ ഒരു തരത്തിലൊരു അട്രാക്ഷൻ അയാളിൽ വന്നിട്ടുണ്ട്. വൈസ് വേഴ്സ, ചിലപ്പോൾ അയാൾക്ക് ആദ്യം ഇല്ലെങ്കിലും പിന്നീട് ചിലപ്പോൾ എൻ്റെ പ്രപ്പോസലിന് ശേഷമാണെങ്കിലും അവരും അങ്ങനെ ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. ഞാനത് പ്രകടിപ്പിച്ചപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യാനുണ്ടായ കാരണം അവരെ മനസ്സിന് ഇണങ്ങിയ അല്ലെങ്കിൽ അവരെ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു കഥാപാത്രത്തിനോട് എനിക്ക് സാമ്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഉപമിക്കാൻ പറ്റുന്നോ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇതായിരിക്കുന്നത്. അതല്ലാതെ എനിക്ക് അത്ര താല്പര്യമില്ല, എൻ്റെ ഒരു ഫിയാൻസി വേറെ ഉണ്ട്, ഓൾറെഡി എനിക്ക് വേറൊരു ഫിയാൻസി ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് അറിയണില്ല, പക്ഷെ എനിക്കൊരു ടൈം ബീയിങ് ഇപ്പോൾ ഒരു കണക്ഷൻസ് ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറിന്റെ മുകളിലാണ് ഞാൻ നിങ്ങളായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിനായിട്ടോ ഞാനൊരു അടുപ്പം വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കുറേ ഗ്യാപ്പ് ഉണ്ട്. കാരണം ഞാൻ ഫുൾ എന്തായാലും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്ക് ഇവിടെ വേറൊരാളൊരു കൺസ്ട്രെയിൻ ഉണ്ട്, അവരെന്നെ വിളിച്ചുകൊണ്ട് എന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ നിങ്ങളെയും കാണിക്കാൻ പറ്റത്തില്ല, നിങ്ങളോട് ഇത് പറയാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വരുമ്പോൾ എനിക്ക് കുറെ മനസ്സിന്റെ ഫ്രസ്ട്രേഷൻസും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ അടുത്ത് കാണിക്കില്ല. അത് ചിലപ്പോൾ എൻ്റെ ദേഷ്യമായിട്ടും എൻ്റെ ക്യാരക്ടറിൽ ചേഞ്ച് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതേപോലെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടും നിങ്ങളിപ്പോൾ വേറൊരാളായിട്ട് കണക്ഷൻസ് ഉണ്ട്, അതിൻ്റെ ഇടക്ക് മാറി മറന്നുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് ഞാൻ വേറെ തരത്തിൽ എന്തെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ആളാണ്, എൻ്റെ അടുത്ത് കിട്ടുന്നില്ല, അതിൻ്റെ കൂടെ നിന്നിട്ട് കുറച്ച് ഫെമിലിയാരിറ്റി നിങ്ങൾക്കും ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ പല ആൾക്കാരും ഉണ്ടാവും, പല തരത്തിലാണ്. ഇപ്പൊ സെലിബ്രിറ്റീസ് ആണെങ്കിൽ സെലിബ്രിറ്റീസിന്റെ ഒരു ഫ്രണ്ട് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവരായിട്ട് ഒരു കൂടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾ ആക്ഷൻ കാണിക്കും. അല്ലാത്ത വേറെ തരത്തിൽ നിങ്ങളെ മൈൻഡിൽ ചിലപ്പോൾ ഒരു അട്രാക്ഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളെ ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ ഒരാളാവണം, ഞാൻ ഇയാളുടെ ഫ്രണ്ടാണ്, ഞാൻ ഇന്നാളുടെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയാനൊക്കെ ആഗ്രഹിക്കാം. അപ്പൊ പലതരത്തിൽ ഇന്റൻഷൻ ആയിരിക്കും. അപ്പൊ റിയലി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പണം സെക്കൻഡറി ആണ്, ആ വ്യക്തിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ അയാളെ യൂസ് ചെയ്യുക, ചൂഷണം ചെയ്യാൻ. കാരണം ഞാനും നിങ്ങളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ ഒന്നാണ്. അപ്പൊ എനിക്കൊരു ലോസ് വരുന്നത്, എനിക്കൊരു അഭിമാനക്ഷതം സംഭവിക്കുന്നത്, എനിക്കൊരു ക്ഷീണം പറ്റുന്നത് നിങ്ങളിൽ കൂടി ഒരു ക്ഷീണമായിട്ടാണ് നിങ്ങൾ ശരിക്കും നമ്മൾ ഒന്നാവുമ്പോൾ തോന്നുക. അല്ലാത്തപ്പോൾ അയാളെന്തോ ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് പല ആൾക്കാരും, അയാളെന്തോ ആയിക്കോട്ടെ, കുറേ പൈസ അല്ലേ, കുറേ പൈസയിൽ കുറച്ച് പൊക്കോട്ടെ, പോയാലിപ്പോൾ എന്താ, ഞാൻ അദ്ദേഹത്തിനോട് അപ്പോൾ ഞാനിങ്ങനെ ലോയ്യം കാണിച്ചു എന്നേ ഉള്ളൂ, അതിൽ വലിയ ഇൻറ്റിമസി ഒന്നുമില്ല, അത് അങ്ങനെയൊക്കെയാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ആ സെൽഫിഷ് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വാർത്താ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ തമ്മിലൊരു പുതിയൊരു ബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ നിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്നേഹം ഇല്ല എന്ന് എനിക്ക് തോന്നുകയും ചെയ്യുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓൾറെഡി സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയും ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ പിടിച്ചലട്ടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നീ എന്തെങ്കിലും ഒരു കാര്യത്തിന് പൈസ ചോദിക്കുകയാണെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഇവളെന്നെ യൂസ് ചെയ്യുകയാണോ, ഇവളെന്നെ മുതലാക്കുകയാണോ എന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ട്, മുന്നേ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്താണ് ശരി പൂർണ്ണമായിട്ടുള്ള ഒരു കണക്ഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല, എവിടെ ഒരു ഗ്യാപ്പ് വന്ന മാതിരി എനിക്ക് ഫീലും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും
അങ്ങനെ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡിഫറെൻ്റ് ഒപ്പീനിയൻ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിൽ ഡിഫറെൻ്റ് ഒപ്പീനിയൻ, എൻ്റെ ആറ്റിറ്റ്യൂഡിൽ, എൻ്റെ ബിഹേവിയറിൽ, എൻ്റെ രീതിയിൽ, എൻ്റെ കൂട്ടുകെട്ടിൽ, എൻ്റെ ജോബ് പ്ലേസിൽ അല്ലെങ്കിൽ ജോബിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആദ്യം തന്നെ എന്നോട് തന്നെ പറഞ്ഞ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എൻ്റെ അടുത്ത് തന്നെ കിട്ടുമല്ലോ. അതിൽ കിട്ടുമെങ്കിൽ അതിൽ സംതൃപ്തി ഇട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് ശരിക്കും നല്ല രീതിയിൽ ഹെൽത്തി ആയി പോവുള്ളൂ. മറ്റതൊക്കെ പല ആളുകളെ ബോധ്യപ്പെടുത്താനും കാണിച്ചു കൂട്ടലൊക്കെ ഉണ്ടാവും. അത് വളരെയധികം ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ പല ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഇതാക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ, ഇപ്പോൾ ഞാനൊക്കെ പണ്ടൊക്കെ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ ഈ കൊടൈക്കനാലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഈ ചില ഡിസംബർ സീസണിലൊക്കെ ഈ ഒരു ഹണിമൂൺ സീസണാണ്. അവിടെ ഇങ്ങനെ പല കപ്പിൾസും വരും, ഓൺലി കപ്പിൾസ് വരുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങളും കോളേജ് പഠിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഓരോ കപ്പിൾ വരുമ്പോൾ ഞങ്ങളിങ്ങനെ അവരെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇവിടെ ഇത് ഒരിക്കലും യോജിപ്പില്ലല്ലോ, രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന ആ ഫിസിക്കൽ ലുക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ചില കപ്പിൾസിനെ കാണുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഇത് എങ്ങനെ ഒരു കോമ്പിനേഷൻ ശരിയല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ആ ഫിസിക്കൽ ലുക്കിനല്ല അവിടെ ഇമ്പോർട്ടൻസ്, ആ മനസ്സ് തമ്മിലുള്ള പൊരുത്താണ്. നമ്മൾ ഒട്ടും കാണാൻ ഭംഗിയില്ലാത്ത ഒരാളാണെങ്കിലും ചിലപ്പോൾ നിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ വേറെ ചില കാഴ്ചപ്പാടുകളായിരിക്കും. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അയാളുടെ ബിഹേവിയർ, അയാളുടെ ഡീസൻസി, അയാളെ പല കാര്യങ്ങളെ അതായിരിക്കും നിന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നീ ആ കോസ്മെറ്റിക് ചേഞ്ചിന് ഒരു ഇമ്പോർട്ടൻസ് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. എന്നാൽ ചില ആളുകളോ പെരുമാറ്റമൊക്കെ എന്തായിക്കോട്ടെ, യു ഡോണ്ട് ബോദർ, നിങ്ങൾക്ക് കുറച്ച് പോപ്പുലാരിറ്റി കിട്ടണം, അയാളെ ഭംഗി ഉണ്ടാവണം, അതിൽ കുറേ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യണം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ എനിക്കൊരു ജാട കാണിക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ന്യൂ ജേർണിയിലൊക്കെ എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ കാര്യം നമ്മളെപ്പോഴും ഒരു ലെങ്തി ആയിട്ട് ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ബോണ്ട് ഷുഡ് ബി ഓൾവേസ് സ്ട്രോങ്. അത് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ വളരെയധികം കാണുന്നൊരു കാര്യമാണ് പൊസസീവ്നെസ് വളരെ കൂടുതൽ. ഞാൻ വിശ്വസിക്കുന്നത് പൊസസീവ്നെസ് എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും സെൽഫിഷും ആണ്, ഒക്കെയാണ്. നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും അവനാൻ്റെ കാര്യത്തിൽ തട്ടുമ്പോൾ നമ്മൾ പൊസസീവ് ആവും, സെൽഫിഷ് ആവും, ഒക്കെ ആവും. അതില്ലാതെ കഴിയുന്ന വളരെ ചുരുക്കം വളരെ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് നഷ്ടപ്പെട്ടു പോവോ, നമ്മളെ ആളുകളുടെ അടുത്തുനിന്നുള്ള സ്നേഹം കുറയുമോ എന്നൊക്കെ വരുമ്പോഴാണ് ഈ പൊസസീവ്നെസ് ഒക്കെ അവിടെ വരുന്നത്. അത് ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കണം. അതെല്ലാവർക്കും ഉണ്ടാകുന്നൊരു നാച്ചുറൽ ഫിനോമിനയാണ്. പക്ഷെ അത് ഓവർ ആകുമ്പോഴാണ് ഇത് പ്രശ്നമാവുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകണം. അതിന് നമ്മൾ തമ്മിൽ ട്രസ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ എനിക്കറിയാം ഇയാൾ പോയാൽ എവിടെ വരെ പോകും, എന്തുവരെ പോകും, എനിക്ക് ഉറപ്പാണ്. നമ്മൾ ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഇങ്ങോട്ടും അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വളരെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കുത്തി തരികയും ഏതെങ്കിലും നിൻ്റെ ആ പെണ്ണിനെ അവിടെ കണ്ടല്ലോടാ, നിൻ്റെ പയ്യൻ അവിടെ കണ്ടല്ലോടോ, അവിടെ അവർ മറ്റൊരാളുടെ കൂടെ പടക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ സെൻസിറ്റീവ് ആവും. നമ്മൾ എന്തെങ്കിലും ഇമോഷണലായിട്ട് എന്തെങ്കിലും പറയും, ആ ഇമോഷണലായിട്ട് പറഞ്ഞത് മറ്റേ ആൾക്ക് പിടിച്ചില്ല എന്ന് വരും, അതോടെ വഴക്ക് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പ്രശ്നങ്ങളാവും. പിന്നെ നല്ല കാര്യങ്ങളാണ് അതിൻ്റെ കൂടുതൽ പറയുന്നതെങ്കിലും പറയുന്ന കാര്യമൊന്നും ഞാൻ കേൾക്കില്ല. നീ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷെ ആദ്യം കുറച്ച് വഴക്ക് പറഞ്ഞുകൊണ്ട് ഞാനെല്ലാം ആ കണക്കിലെടുക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നല്ല പോയിന്റ് പറഞ്ഞാലും എടുക്കില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നത്. അപ്പോൾ അതുണ്ടാവരുത്. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു മൈൻഡോട് കൂടി റിലേഷൻഷിപ്പ് ഒരിക്കലും തുടരുതെന്നാണ് എസ് എ സൈക്യാട്രിസ്റ്റ് എന്നുള്ളതിലേക്ക് ഞാൻ പറയാം. നമ്മൾ ഒരാളായിട്ടൊരു ബന്ധം അല്ലെങ്കിൽ ഒരു പ്രേമമാണെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കണക്ഷനും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവാം. ഇനി അതല്ല, അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റേഷൻസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, മ്യൂച്വലി എഗ്രീഡ് ആണെങ്കിൽ ഓക്കെ. മനസ്സിലായി? എന്തിനാണെങ്കിലും നമ്മൾ തമ്മിൽ അതിന് ചർച്ച ചെയ്ത് ഒരു മറച്ചു വെക്കാതെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഒരിക്കലും ഉണ്ടാവില്ല. എനിക്കിപ്പോൾ വേറെ ആൾ എന്നെ ആരെങ്കിലും പിരികേറ്റി തന്നാലും എനിക്ക് പറയാൻ പറ്റും, എന്നോട് അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് കുറേ ലിമിറ്റ് ഉണ്ട്, അവളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഓക്കെ, നോ പ്രോബ്ലം. അതില്ലാതെ മറച്ചു വെച്ചിട്ട് എന്നോടൊന്ന് പറയുകയും അതിന് വിപരീതമായി ചെയ്യുമ്പോഴൊക്കെയാണ് അതിന് ക്ലാഷ് വരുന്നത്. അപ്പോൾ എപ്പോഴും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മാതിരിയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കേസുകളുണ്ട്, അങ്ങനെ ഫീൽ ചെയ്യുന്ന ആളുകളും യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് റിയലൈസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ട് തോന്നുകയാണെങ്കിൽ വേഗം അത് സെപ്പറേറ്റ് ആവുക, നമുക്കത് യോജിക്കില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ കണക്ഷൻസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേ പോകാവൂ. കുറേ അങ്ങ് അറ്റെത്തിയിട്ട് പിന്നെ വിട്ടു പോകുമ്പോഴാണ് പല സൂയിസൈഡ് ടെൻഡൻസിയും അങ്ങനത്തെ ഓരോ കാട്ടിക്കൂട്ടലുകളൊക്കെ ചെയ്യുന്ന ചില ആളുകൾക്ക് പെട്ടെന്ന് പിന്തിരിയാനും അതിന് പിൻവാങ്ങാൻ ചിലർക്ക് സാധിച്ചോളന്നില്ല. എന്നാൽ ചില ആളുകൾക്ക് അത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. അവർ വളരെ കൂളായിട്ട്
അതൊക്കെ ഒഴിവാക്കി അടുത്ത ആളായിട്ട് പ്രേമത്തിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ സാധിച്ചോണമെന്നില്ല. എല്ലാ ആളുകളുടെയും മെൻ്റൽ സ്ട്രെങ്ത്ത് ഒരേപോലെ ആയിക്കോണമെന്നില്ല. അതിനെ ടോളറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിച്ചോണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി, നമ്മളെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. താങ്ക് യു സർ. നമ്മുടെ ഈ കമന്റ് ചോദിച്ച പ്രേക്ഷകന് ഒരു മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾ ധാരാളമായിട്ട് കമന്റ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു.